ആചാര്യ അക്കാഡമിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിനായുള്ള പുതിയ ബാച്ചുകൾ ആചാര്യ അക്കാഡമിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ആൻഡ് ഡാഷ് ആർ പ്രോട്ടോകോൾസ് യൂസ്ഡ് ഫോർ പുള്ളിംഗ് മെസ്സേജസ് ഫ്രം എ മെയിൽ സെർവർ. ഓക്കെ, അതായത് മെയിൽ സെർവറിൽ നിന്നും മെസ്സേജസ് ആക്സസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുക. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. POP3യും IMAPഉം ആണ് മെയിൽ സെർവറിൽ നിന്നും മെസ്സേജസ് റിട്രീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് പ്രോട്ടോകോൾസ്. ഓക്കെ, ഇപ്പോൾ എല്ലാത്തിൻ്റെയും പൂർണ്ണ രൂപങ്ങൾ നോക്കാം. POP3 എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ വേർഷൻ 3 ആണ്. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. അത് വെബ് ബ്രൗസറിനും മെയിൽ സെർവറിനും ഇടയിൽ, വെബ് ബ്രൗസറിനും വെബ് സെർവറിനും ഇടയിൽ ഇൻഫർമേഷൻസൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് HTTP എന്ന് പറയുന്നത്. SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ, ആ പേര് പോലെ തന്നെ മെയിൽസ് ട്രാൻസ്മിറ്റ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് SMTP. IMAP എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ. ഓക്കെ, അപ്പോൾ മെയിൽ സെർവറിൽ നിന്നും മെസ്സേജസ് അല്ലെങ്കിൽ മെയിൽസ് ആക്സസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് പ്രോട്ടോകോൾസ് ആണ് POP3യും IMAPഉം. ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. POP3 എന്ന് പറയുന്നത് സിമ്പിൾ പ്രോട്ടോകോൾ ആണ്. IMAP കോംപ്ലക്സ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് പ്രോട്ടോകോൾ ആണ്. POP3 യൂസ് ചെയ്യുന്ന പോർട്ട് നോർമൽ കേസിൽ 110ഉം SSL പോർട്ട് എന്ന് പറയുന്നത് സെക്യൂരിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് 995 ആണ്. IMAP ആണെങ്കിൽ 143 ആണ് നോർമൽ കേസിൽ. SSL പോർട്ട് എന്ന് പറയുന്നത് 993. ഓക്കെ, POP3യിൽ മെയിൽ ക്യാൻ ആക്സസ് ഫ്രം സിംഗിൾ ഡിവൈസ്. ഒരു സിംഗിൾ ഡിവൈസിൽ നിന്ന് മാത്രമാണ് മെയിൽസിനെ ആക്സസ് ചെയ്യാൻ കഴിയുള്ളൂ. IMAP ആണെങ്കിൽ മൾട്ടിപ്പിൾ ഡിവൈസസ്, മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, ഇങ്ങനെ മൾട്ടിപ്പിൾ ഡിവൈസിൽ നമുക്ക് മെയിലിനെ ആക്സസ് ചെയ്യാൻ കഴിയും. ദെൻ POP3യിൽ ഫസ്റ്റ് വി ഹാവ് ടു ഡൗൺലോഡ് മെയിൽ മെസ്സേജ്, ദെൻ ഓൺലി വി ക്യാൻ റീഡ്. ആദ്യം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കതിനെ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ IMAPൽ അങ്ങനെയല്ല. ഈവൻ ബിഫോർ ഡൗൺലോഡിങ് വി ക്യാൻ പാർഷ്യലി റീഡ് ഇമെയിൽ മെസ്സേജസ്. ഓക്കെ, ദെൻ POP3യിൽ യൂസർ കനോട്ട് ഓർഗനൈസ് ദി മെയിൽ ഇൻ ദി മെയിൽ ബോക്സ് ഓഫ് മെയിൽ സെർവർ. ഓക്കെ, അതായത് മെയിൽസിൽ നമുക്ക് ഫോൾഡറിലാക്കി സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നെയിമിങ് ചെയ്യാനോ റീനെയിമിങ് ചെയ്യാനോ അങ്ങനെയൊന്നും എവിടെ പോസിബിൾ അല്ല. POP3യിൽ പോസിബിൾ അല്ല. പക്ഷേ IMAPൽ വി ക്യാൻ ഓർഗനൈസ് ദി മെയിൽ ഓൺ ദി മെയിൽ സെർവർ. ഓക്കെ, ഇപ്പോൾ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്